നമസ്കാരം. റവന്യൂ ജില്ലാ കലോത്സവം ആറ്റിങ്ങൽ പുരോഗമിക്കുകയാണ്. ഇത് ഗേൾസ് ഹൈസ്കൂളാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള സ്കൂളും കൂടിയാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾ, നമ്മളെ കൊച്ചു കുരുന്നുകൾ അവരുടെ ഒരു സഹപാഠിക്ക് വേണ്ടി ക്യാൻറ്റീൻ നടത്തുകയാണ്. ഈ ക്യാൻറ്റീനിൽ കിട്ടുന്ന ലാഭം അവർ സഹപാഠിക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. നമ്മുടെ കൊച്ചു അനിയത്തിമാരൊക്കെ എവിടെയുണ്ട്, അവരിത് വരട്ടെ. നമ്മളോട് പഠിക്കുന്ന ഫ്രണ്ടിന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ NSS കൂട്ടായ്മ എല്ലാം കൂടി ഇവിടെ ഈ ഒരു ക്യാൻറ്റീൻ ഫുഡ് കോർട്ട് ചെയ്യുന്നത്. എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്ന ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. വീട്ടിൽ നിന്ന്. ഇത് പിന്നെ ഇത് ലൈവാണ്, ഇവിടെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ബട്ടറും കണ്ടൻസ് മിൽക്കും. ഈ സഹപാഠിക്ക് സ്വന്തമായിട്ട് വീടില്ല? ഇല്ല ഇല്ല. സ്ഥലമുണ്ടോ? സ്ഥലം അവർ തരും. അപ്പൊ നമ്മൾ വീട് വെച്ച് കൊടുക്കണം. 7 ലക്ഷം രൂപ വേണം അതിന്. ഇതിന്ന് എത്ര സമാഹരിക്കാന്ന ഉദ്ദേശം? ഇന്നൊരു 50,000 രൂപ ബാക്കി അടങ്ങണം നമ്മളെ ഇത്. നിങ്ങളിപ്പോ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആറ്റിങ്ങലുള്ള കുട്ടികളാണ് നിങ്ങൾ അല്ലേ? ഏതൊക്കെ സംഘടനകൾ ചേർന്നാണ്? NSS. നമ്മളിപ്പോ വീട് വെച്ച് കൊടുക്കുന്ന NSSന്റെ ഭാഗമായാണ്. ഇവിടെ 2 ഫുഡ് കോർട്ട് ഉണ്ടല്ലേ? 2 NSSന്റെ തന്നെ. അതും ഇത് നമ്മളെ തന്നെ. ഇത് ഉണ്ടാക്കാനുള്ള കാശൊക്കെ നിങ്ങൾ എടുക്കും? അല്ല, ഉണ്ടാക്കാൻ കാശ് നമ്മളെല്ലാവരും കൂടെ ഷെയർ ഇട്ട് അത് കിട്ടുന്ന കാശ് മൊത്തം സഹപാഠിക്കും. ഏതായാലും വളരെ അനുകരണീയമായ ഒരു മാതൃകയാണ്. വളരെ മാതൃകാപരമാണ്. അവർ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണ്. അവർ കൊച്ചിൻ്റെ വീടെന്ന് പറയുന്ന അവർ അത്രയും സ്ട്രെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ബാക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവർ തന്നെയാണ് നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ അവർ സ്വന്തമായിട്ടാണ് കാശ് മുടക്കി സ്വന്തമായിട്ടാണ്. ഇപ്പോൾ എന്താ നമ്മൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം 5 സെൻറ്റ് എഴുതി കൊടുക്കുകയാണ്. ആ കുട്ടിയുടെ ഒരു ബന്ധു കൊടുത്തു കഴിഞ്ഞ ഉടനെ അടുത്ത ആഴ്ച നമ്മൾ പണി തുടങ്ങാനുള്ള എല്ലാ വർക്കും, അതായത് അടുത്ത ഈ മാർച്ച് തീരുന്നതിന് മുമ്പ് ക്ലിയർ ആക്കണം. ഈ ക്യാൻറ്റീൻ മാത്രമാണോ? അല്ല, ആ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തുടങ്ങിയത്. അതുപോലെ മറ്റേ സ്ക്രാപ്പ് സാധനങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ വിൽപ്പന, പിന്നെ നമ്മളെ ടീച്ചേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, പിന്നെ മൊത്തം ഈ ഒരു മാത്രമല്ല സ്കൂൾ മൊത്തത്തിലുള്ള കോൺട്രിബ്യൂഷൻ. ഇനി പുറത്തോട്ടുള്ള കേസ് മാത്രമേ നമുക്ക് രക്ഷിതാക്കൾ ചെയ്യാം. അത് പക്ഷേ ഇപ്പോൾ ഇവർ ഇടിവ് നടത്താൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ് കിടക്കുന്നുണ്ട്. അതിന് PTA കൂടെ ആലോചിച്ച് അതിനൊരു വല്ല സ്വമേധയ ആരെങ്കിലും വരുന്നു എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് പറ്റുന്ന രീതിയിൽ എന്തായാലും ചെയ്യും. നല്ല കാര്യം. ഏതായാലും ഒരു സ്കൂൾ ഒന്നടങ്കം വിദ്യാർത്ഥികളും അധ്യാപകരും PTA എല്ലാം ഉൾപ്പെടെ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുക എന്നൊരു സ്വപ്നത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് ഈ കുട്ടികൾ സ്വന്തം കാശ് കൊടുത്ത് സാധനം വാങ്ങി അതിവിടെ ഈ ഒരു ഉത്സവ നഗരിയിൽ വിറ്റൊഴിച്ച് ആ കാശ് മുഴുവൻ സഹപാഠിക്ക് കൊടുക്കാനുള്ള അവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികളും പിന്തുടരേണ്ട ഒന്ന് തന്നെയാണ്.